വലിച്ചു കൊണ്ടുപോകുന്ന അവസരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ മനുഷ്യനോട് ജിബ്രീലെ ചെന്ന് ചോദിക്കണം, ആ മനുഷ്യൻ വല്ല ഇൽമിന്റെ വല്ലൊരു മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ഒന്ന് പോയി ചോദിക്കണേ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ചെന്ന് ചോദിച്ചല്ല മനുഷ്യ, ഏതെങ്കിലും ദിക്റിന്റെ മജ്ലിസിൽ, ഏതെങ്കിലും റാത്തീബിന്റെ മജ്ലിസിൽ, ഏതെങ്കിലും വാദിന്റെ മജ്ലിസിൽ, ഏതെങ്കിലും ആലിമിന്റെ കൂടെ കൂടാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയാണ്, ഇല്ല, ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ആ ചങ്ങാതി അങ്ങനെ ചെയ്തിട്ടില്ല, ഒരു മജ്ലിസിലും അവൻ ഇരുന്നിട്ടില്ല. അപ്പോൾ അല്ലാഹു ചോദിക്കാണ്, ഹുബ്ബുൽ ഉലമാ, ഏതെങ്കിലും ഉലമാഇനെ അവൻ ഇഷ്ടം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കൂ, ഏതെങ്കിലും ഒരു ആലിമിനെ അവൻ പ്രിയം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, അദ്ദേഹം ഒരു ആലിമിനെയും സ്നേഹിച്ചിട്ടില്ല, ഒരു ആലിമിനെയും അദ്ദേഹം ഇഷ്ടം വെച്ചിട്ടില്ല. അപ്പൊ അല്ലാഹു ചോദിക്കാൻ പറയാണ്, ഏതെങ്കിലും ആലിമിന്റെ കൂടെ ഇരുന്നൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആലിമിന്റെ കൂടെ ഒന്ന് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കൂ. ഏതെങ്കിലും ഒരു സുപ്രയിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കൂ. ആ സമയത്തും അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തറവാട് ഏതെങ്കിലും ഒരു ആലിമിന്റെ പേരിനോട് യോജിച്ചു വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ആലിമിന്റെ തറവാടിന്റെ പേരിനോട് യോജിച്ചു വരുന്നുണ്ടോ? ഇന്ന് നമ്മളൊക്കെ നമ്മളെ മക്കൾക്ക് പേരിടുമ്പോ ഏതെങ്കിലും രണ്ടക്ഷരത്തിലുള്ള പേര് കണ്ടുപിടിച്ച് ഉസ്താദിന് വാട്സാപ്പ് ചെയ്യാണ്, ഉസ്താദ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിരണം. ഉസ്താദ് അർത്ഥം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഉസ്താദ് വിവരമില്ലാത്തോനായി പോയി. എന്തേ? ഇവനിക്ക് എവിടുന്നോ കിട്ടിയ രണ്ട് വാക്കില് കിട്ടിയ വാക്കിന്റെ അർത്ഥം ഏത് ഡിക്ഷണറിയിൽ നോക്കിയാലും കാണൂല. പക്ഷേ ആ അക്ഷരത്തിൽ തുടങ്ങുന്നത് ആ അക്ഷരത്തിൽ തന്നെ അവസാനിക്കുന്നത് തന്നെ ഇവനിക്ക് പേര് വേണം. നല്ല പേരൊന്നും വേണ്ട, മോഡൽ പേര് മതി. അതാ ഈ മനുഷ്യനോട് ചെന്നുകൊണ്ട് ചോദിക്കാണ്, നിന്റെ പേര് ഏതെങ്കിലും ഒരു ആലിമിന്റെ പേരിനോട് യോജിച്ചു വരുന്നുണ്ടോ? ആ മനുഷ്യൻ പറയാണ്, എങ്ങനെങ്കിലും ഇവനൊന്ന് രക്ഷപ്പെടുത്താൻ അള്ളാന്റെ റഹ്മത്ത് നോക്കണം. വല്ല ആലിമിന്റെ പേരിനോടും യോജിച്ചു വരുന്നുണ്ടെങ്കിൽ അത് കാരണത്താലെങ്കിലും ഇവനൊന്ന് സ്വർഗത്തിലേക്ക് കടത്തണം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മറുപടി, എന്റെ പേര് ആലിമിന്റെ പേരല്ല, എന്റെ കുടുംബത്തിന്റെ പേരും ആലിമിന്റെ കുടുംബവുമായി ബന്ധമില്ല. അപ്പോഴാണ് ജിബ്രീലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ പറയുന്നത്, ഏതെങ്കിലും ആലിമിനെ സ്നേഹിച്ചവനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആലിമിനെ, ഏതെങ്കിലും ഒരു പണ്ഡിതനെ സ്നേഹിച്ചവനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയാണ്, അതേ, ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ ഉലമാഇനെ പ്രേമിക്കുന്നവനായിരുന്നു, സയ്യിദന്മാരോട് ആദരവുള്ളവനായിരുന്നു, അവനോട് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ, എന്നാൽ അവനിക്ക് ഞാനതാ പുറത്തു കൊടുത്തിരിക്കുന്നു. ആലിമിനെ സ്നേഹിച്ചവനെ സ്നേഹിച്ചതിന്റെ പേരില് അവനിക്ക് ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടൂ ജിബ്രീലേ എന്ന് നാളെ മഹ്ശറ വൻസഭയില് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് പറയുമെന്ന സംഭവം മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു.